വന്നിട്ടും തമ്പ്രാരാരോ മുറ്റത്തെ മുല്ലേ ചൊല്ല് കയ്യെത്തും ദൂരെയില്ലേ ദൂരത്തോ മായുന്നില്ലേ മായുമ്പോൾ എല്ലാം നുള്ളും നാടോടിയല്ലേ നാടോടി പാട്ടും പാടി ഊഞ്ഞാലാടും നേരം ആടുമ്പോൾ കൂടെയാടാൻ പെണ്ണേ നീയില്ലേ കള്ളിപ്പെണ്ണിന്റെ കള്ളക്കണ്ണിൽ നീ മിന്നിച്ചിമുന്നേ മുറ്റത്തെ മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാരാരോ മുറ്റത്തെ മുല്ലേ ചൊല്ല്. ഓക്കേടാ, കൊള്ളാം ഏതായാലും കൊള്ളാം കേട്ടോ. പെപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കേൾക്കാൻ ഡെഡിക്കേറ്റ് താങ്ക്സ് ചെയ്യുന്നു. കേട്ടോ. ഓക്കെ ഓക്കെ കുറച്ച് മെസ്സേജ് വായിക്കട്ടാ. ചാരു വായിച്ചു വായിച്ചു. എന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നുണ്ട്. ഷാരു പൂവാണോ ചോദിക്കുന്നുണ്ട്. ചാരു ആണെങ്കിൽ നന്ദു ചിക്കൻ എന്ന് പറയുന്നുണ്ട്. ചാരു ആണെങ്കിൽ നന്ദു അതെയോ എന്ന് ചോദിക്കുന്നുണ്ട്. ബെത്തേ ആണെങ്കിൽ ഹാ എന്ന് പറയുന്നുണ്ട്. ചാരു ഹും എന്ന് പറയുന്നുണ്ട്. ഒരു കോഴി പൊരിച്ചതൊക്കെ ഒറ്റയ്ക്ക് കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്നേഹം തരുന്നുണ്ട് നന്ദു. നന്ദു ആണെങ്കിൽ പെപ്പെ കൊള്ളാം എന്ന് പറയുന്നത്. അതെ അതെ, പെപ്പ നല്ല രീതിയിൽ പാടുന്നുണ്ട് കേട്ടോ. പെപ്പെ കൊള്ളാം. ഇതാണ് സുഹറ അബ്ദു. സുഹറ അബ്ദു, ഹായ്, നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം. സുഹറ അബ്ദു, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ലൈവിലേക്ക് പുതിയ ആളാണെങ്കിൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്തേക്കണേ. പിന്നെ ഇത് എന്റെ കൂടെ നിൽക്കുന്ന പെപ്പയാണ്. അവൻ ലൈവ് ഒക്കെ ചെയ്യുന്നതാണ്. എല്ലാവരും പോയി അങ്ങോട്ടൊക്കെ പോയി സപ്പോർട്ട് ചെയ്യണം. ആളൊന്ന് ഉഷാറാക്കി നമ്മളിപ്പോ പാട്ടൊക്കെ പാടി ഇപ്പൊ സെറ്റ് ആക്കും. പെപ്പയ്ക്ക് കുറച്ച് കുറച്ച് പാട്ടുകളൊക്കെ പാടി പെപ്പെ ഞാനിപ്പോ സെറ്റ് ആക്കും. പെപ്പയുടെ ലൈവ് അടിപൊളിയാണ് കേട്ടോ. ഓൺലി ലൈവ് ആണ് പെപ്പയുടെ ലൈവ്. നിങ്ങൾ എല്ലാവരും പോകണം. അതെനിക്ക് അവന് ഇച്ചിരി പാട്ടിന്റെ ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പൊ അത് സെറ്റ് ആക്കാം. നെക്സ്റ്റ് സോങ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട് നമ്മുടെ മല്ലു, മറൈൻ മല്ലു. ഓക്കെ ബ്രോ, പറ ഏത് പാട്ടാണ് വേണ്ടത്? പറ. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു പാട്ട് പാടാം. മുത്തുമണി തൂവൽ തരാം. ദൈവമേ കർത്താവേ, നല്ല പാട്ടാണ്, പാടിക്കോ. എടാ അതെനിക്ക് വരി അറിയത്തില്ല. എടാ അതെനിക്ക് അറിയത്തില്ലടാ. ഞാൻ വേറൊരു പാട്ട് പാടാടാ. എന്താ പറയാ, എന്നും അത് ഇച്ചിരി നിന്നെ പാടാട്ടോ. പൂജിക്കാം മുത്തുമണിപ്പൂവൽ തരാം, പാടിക്കോ. തരാം, മുത്തണിഞ്ഞ് എനിക്ക് വരി എനിക്കില്ല. ഒരു പൂം ചിറകിൽ അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ്, എനിക്ക് വരി അറിയത്തില്ല. അടിപൊളി. പക്ഷെ നിന്റെ വോയിസ് സൂപ്പറാടാ പെപ്പെ, ഒരു രക്ഷയില്ല. പക്ഷെ നീ ആ വരി പഠിച്ചാൽ മതിയടാ. ഒരു 4 വരി വെച്ച് പഠിച്ചാൽ മതിയടാ. എടാ എല്ലാം പാട്ടിന്റെ എല്ലാം നമ്മൾ പഠിക്കണ്ട. ഒരു 4-5 വരി ഉണ്ടല്ലോ, ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതൊക്കെ പഠിച്ചാൽ മതി. കുറച്ച് പഠിക്കുക. പക്ഷെ എന്നാലും നല്ല വോയിസ് ആടാ നിന്റെ ബ്രോ. അന്നേരം പിന്നെ ഞാനൊരു പാട്ട് പാടാം. എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, എന്നിൽ നാനിൻ വാസന്തലതികേ, എന്നും എൻ മാറിൽ മഞ്ഞു പൊഴിയും സ്നേഹത്തിൻ കുഞ്ഞു കുളിരായി കൂടെ നീ അരികേ, ഒരു പൂവിന്റെ പേരിൽ നീ ഇഴനെയ്തരാഗം, ജീവന്റെ ശലഭങ്ങൾ കാതോർത്തു നിന്നു, ഇനി നീ നിമിഷം വാചാലം, എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, എന്നിനുള്ളിൽ ആസന്തലതികേ. ഓക്കെ ഓക്കെ. ഞാൻ പാടാ ഞാൻ പാടാടാന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ മല്ലു എടാ പെപ്പ, നീ ഒന്ന് താഴോട്ട് ഇറങ്ങാൻ പോടാ. ഇതാണ്ട് ഇപ്പൊ ഈ പുള്ളിക്കാരൻ. ഓക്കെ പെപ്പേടാ, വിഷമമൊന്നുമില്ലല്ലോ? ഓ ഇല്ല, ഞാൻ എങ്ങനെ ഇറങ്ങണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എനിക്കറിയാം, നീ ആദ്യമേ വന്നിട്ട് എന്നെ കൊണ്ട് അവൻ പാട്ട് പഠിപ്പിക്കാനാണോ? എടാ നല്ലടാ. ഓക്കെയാണ് നീ? നീ വിളിച്ചോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേറിയെന്നേ ഉള്ളൂ, അല്ലാതെ നീ പേടിക്കൊന്നും വേണ്ട. നിന്നെ കൊണ്ട് ഞാൻ കൊല്ലിപ്പിക്കത്തൊന്നുമില്ല. ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പേടിയൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ ഒരു പാട്ടും കൂടെ പാടിയിട്ട് അങ്ങ് ഇറങ്ങാം. ഓക്കേടാ, നീ പാട്. ഓക്കെ ഓക്കെ, ഒരു മാതാവിന്റെ ഒരു പാട്ടും കൂടെ അങ്ങ് പാടാം. അറിയുന്നവരെ പാടുള്ളൂ കേട്ടോ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ, അമ്മേ നീ എന്ന ഭയമല്ലേ, നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ, അമ്മേ നീ എന്ന ഭയമല്ലേ, കൈവെടിയരുതേ കന്യാമറിയമേ,
കനവിൻ കേദാരമേ